നമസ്കാരം. കണ്ണൂരിൽ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയോട് സ്കൂൾ അധികൃതർ ക്രൂരത കാണിച്ചതായി രക്ഷിതാക്കളുടെ പരാതി. ക്ലാസ് മുറിയിലാണ് ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനി കെട്ടിയിട്ടതായി പരാതി ഉയർന്നത്. വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളാണ് ദുരനുഭവത്തെക്കുറിച്ച് ഭിന്നശേഷി വകുപ്പ് സ്റ്റേറ്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: 75% ശാരീരിക വെല്ലുവിളി നേരിടുന്നവളാണ് എൻ്റെ മകൾ. ഫെബ്രുവരി 4 രാവിലെ 11 PTA യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ സ്കൂളിൽ 20 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ എൻ്റെ മകളെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയോട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നു. എന്നെ കണ്ടത് മകൾ കരയാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക പെട്ടെന്ന് വന്ന് കെട്ടഴിച്ചു. കെട്ടിയിട്ടത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെന്നായിരുന്നു അധ്യാപികയുടെ മറുപടി. ബാത്റൂമിൽ പോയി വസ്ത്രം മാറിയപ്പോൾ വൈറൽ ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടിയതിന്റെ നീലിച്ച പാടുകളുണ്ടായിരുന്നു. സംസാരിക്കാൻ അറിയാവുന്ന മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോൾ മകളെ ഇപ്പോഴും കെട്ടിയിടാറാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ സമയത്ത് സ്കൂളിൽ 14 കുട്ടികളും 3 അധ്യാപികമാരും ഒരായയും പാചകക്കാരിയും ഉണ്ടായിരുന്നു. മുൻപ് മകൾക്ക് സ്കൂളിൽ നിന്ന് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്ന് വസ്ത്രം മാറുമ്പോൾ തുടയിൽ വടികൊണ്ടടിച്ചതിന്റെ തിമിർത്ത പാടുകൾ കണ്ടിരുന്നു. സ്കൂളിലെ ജീവനക്കാരോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായി മറുപടി ലഭിച്ചില്ല. മകൾ സംസാരിക്കില്ലെന്ന ധൈര്യം കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ജീവനക്കാരോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് പല കുട്ടികളും സ്കൂളിൽ വരാറില്ല. പരാതിപ്പെടുന്ന കുട്ടികളോട് മോശമായ വിധത്തിലാണ് സ്കൂളിലെ ജീവനക്കാർ പെരുമാറുന്നത്. മകൾക്കുണ്ടായ ക്രൂരമായ പീഡനത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ മാനസികമായി സ്കൂൾ ജീവനക്കാർ പീഡിപ്പിക്കുന്നുണ്ടെന്ന് കാണിച്ച് മറ്റു രക്ഷിതാക്കളും ഭിന്നശേഷി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്.